ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്കൊരു കടലക്കറി ഉണ്ടാക്കിയാലോ? അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പോകാം റെസിപ്പിയിലേക്ക്. അതിനുവേണ്ടി ഞാൻ കുറച്ച് കടല എടുത്തിട്ടുണ്ട്. ഇത് തലേദിവസം ഞാൻ എടുത്ത് വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതാണ്. ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്, കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പിലയും വെളുത്തുള്ളിയും കൂടി എടുത്തിട്ട് കടല ഒന്ന് വേവിച്ചെടുക്കാമേ. ഇതിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ കുറച്ച് മുളക് പൊടിയെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഈ മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് വേവാൻ ആവശ്യത്തിലുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാമേ. കടല വേവിക്കാൻ നേരം കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കണേ, എന്നാലേ കറിക്ക് നല്ലൊരു കളർ കിട്ടത്തുള്ളേ. ഇത്ര ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിൽ. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതൊന്ന് വേവിച്ചെടുക്കാമേ. ഒരു 2 വിസിൽ മതിയേ. ഇത് വേവാനൊക്കെ ഉണ്ട്, കാരണം നേരത്തെ വെള്ളത്തിലിട്ട് ഇത് കുതിർത്ത് വെച്ചതല്ലേ, അതുകൊണ്ട്. കടലയെല്ലാം ഞാനൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് കുറച്ച് കടല ഞാനിങ്ങനെ എടുക്കുകയാണ്. ഇത് തണുത്തിട്ട് മിക്സിയുടെ ജാറിൽ ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാമേ. ഇതിൽ കുറച്ച് വെള്ളം കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് അരച്ചെടുക്കാമേ. ഇതിലേക്ക് ആവശ്യത്തിലുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാമേ. കടുക് ഇട്ട് കൊടുക്കാമേ. കടുകെല്ലാം പൊട്ടിയിട്ടുണ്ട്. ഇനി എടുത്ത് വെച്ചിങ്ങനെ തേങ്ങ ഇട്ട് കൊടുക്കാമേ. ഇനി ഇതിലേക്ക് ഈ സവാള ഇട്ട് കൊടുക്കാമേ. സവാളയും ചെറിയുള്ളിയും കൂടെ. ഇതിൽ ഞാൻ ചെറിയുള്ളി ഇട്ടിട്ടുണ്ട്, വെളുത്തുള്ളിയും കറിവേപ്പിലയും. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാമേ. ഇതിൽ ഞാൻ കുറച്ച് മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, മുളക് പൊടി 1 ടേബിൾ സ്പൂണ്. കാരണം മുളക് പൊടി ആദ്യം ചേർത്തല്ലോ, അതുകൊണ്ട് ഞാൻ ഇത്രയും ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഗരം മസാല അതും 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പൊടിയുടെയൊക്കെ റോ ഫ്ലേവർ മാറുന്ന വരെ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം ഇതിനകത്തിട്ട്. ഗരം മസാല ഞാൻ വീട്ടിൽ പൊടിച്ചെടുത്താണ്. കടല ഞാൻ മിക്സിയുടെ ജാറിൽ ഫൈനായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന കടല അതും കൂടെ ചേർത്ത് കൊടുക്കാമേ. ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം നന്നായിട്ട്. ഇതൊന്ന് തിളച്ചിട്ടുണ്ട്. ഇനി ഇത് വേവിച്ച് വെച്ചിരിക്കുന്ന കടലയിലേക്ക് ചേർത്ത് കൊടുക്കാമേ. ഇതിൽ കുറച്ച് വെള്ളം കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുവാണ്. 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കാമേ. ഒരു 2 വിസിൽ മതിയേ. അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് വെന്തിട്ടുണ്ട്. 2 മിനിറ്റ് ഒന്നുകൂടെ ഒന്ന് കറിയെ ഒന്ന് വറ്റിച്ചെടുക്കാമേ. ഇതിൻ്റെ ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്യുവാണ്. ഇതിലേക്ക് മാറ്റുവാണ്. അപ്പോൾ നമ്മുടെ കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത് കടലക്കറി. ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്ക്. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.